മിശിഹായിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഏതാനും അറിയിപ്പുകൾ. അടുത്ത ശനിയാഴ്ച നമ്മുടെ ഇടവക തിരുനാൾ കൊടി കയറുന്നതാണ്. കൊടി കയറുന്ന അന്ന് മുതൽ തിരുനാൾ കഴിയുന്നതുവരെ രാവിലെയും ഉച്ചതിരിഞ്ഞുമായിരിക്കും കുർബാന. രാവിലെ 6:30-ക്കും ഉച്ചതിരിഞ്ഞ് 6 മണിക്കുമായിരിക്കും കുർബാന. രാവിലെ 5:30-യുടെ കുർബാന തിരുനാൾ കൊടി കയറുന്ന അന്ന് മുതൽ തിരുനാൾ കഴിയുന്നത് വരെ ഉണ്ടായിരിക്കില്ല എന്നറിയിക്കുന്നു. നോട്ടീസിൽ രാവിലെ 2 കുർബാന എന്നടിച്ചിട്ടുണ്ട്. സപ്ലിമെൻറ്റിൽ 1 കുർബാന തന്നെയാണുള്ളത്. അപ്പോൾ രാവിലെ 6:30-ക്കാണ് ശനിയാഴ്ച മുതലുള്ള കുർബാനകൾ. തിരുനാളിന് ശേഷമുള്ള കുർബാനയുടെ ക്രമം പിന്നീട് അറിയിക്കുന്നതായിരിക്കും. തിരുനാളോടനുബന്ധിച്ച് നമ്മുടെ വീടുകളിൽ നമുക്ക് ഐസ്ക്രീം ഫാമിലി പാക്ക് ലഭിക്കുന്നത് വിധത്തിൽ നമ്മുടെ ഓൾട്ടർ ബോയ്സ് അതിന് ഓർഡർ എടുക്കുന്നുണ്ട്. അപ്പോൾ അവരിന്ന് ഇവിടെ കുർബാനകൾക്ക് കഴിഞ്ഞാൽ 2 ഭാഗത്തായിട്ടിരിക്കും. അതിനുശേഷം അവർ വീടുകളിൽ വന്നും ഓർഡർ എടുക്കുന്നതാണ്. തിരുനാളിൻ്റെ തലേ ദിവസം ഉച്ച കഴിഞ്ഞ സമയത്ത് അത് നിങ്ങൾക്ക് വീടുകളിൽ കൊണ്ടുവന്ന് അതവരത് വിതരണം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ തിരുനാളിനാവശ്യമായ അച്ചപ്പവും കുഴലപ്പവും മാതൃവേദിയുടെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് വീടുകളിലെത്തിക്കും. അപ്പം അതിന് ആവശ്യമായ ഓർഡറുകൾ ഇന്ന് കുർബാനകൾക്ക് ശേഷം എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓർഡർ കൊടുത്ത് അത് തിരുനാളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കത് വാങ്ങിക്കാവുന്നതാണ്. നമ്മുടെ തൊട്ടടുത്ത് അടാട്ട് പള്ളിയിലും മനോഹരമായ ഒരു ക്രിബ് അവർ യുവജനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കാണുന്നത് നല്ലതാണ്. അവരുടെ വലിയ അധ്വാനം അതിൻ്റെ പുറകിലുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. കഴിഞ്ഞ ഞായറാഴ്ചത്തെ സ്തോത്ര കാഴ്ച 14,457 രൂപ. കാഴ്ച സമർപ്പണം 400 രൂപ. ഹോളി ഏഞ്ചൽ കുടുംബസമ്മേളനം ഇന്ന് ഉച്ചകഴിഞ്ഞ് 4 മണിക്ക് പേരാമംഗലം അന്തപ്പൻ വർഗീസിൻ്റെ വസതിയിൽ വെച്ച് ബഹുമാനപ്പെട്ട മദറിനെ മഠത്തിൽ ചെന്ന് കൊണ്ടുപോകേണ്ടതാണ്. അടുത്ത ശനിയാഴ്ച പള്ളി വൃത്തിയാക്കേണ്ട യൂണിറ്റ് വിമലനാഥ യൂണിറ്റാണ്. അടുത്ത ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് കൊടികയറ്റം ഉള്ളതുകൊണ്ട് വെള്ളിയാഴ്ച പള്ളി വൃത്തിയാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം വളരെ മനോഹരമായിരുന്നു എന്ന് നമുക്ക് പറയാതെ തന്നെ അറിയാം. അതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും, പ്രത്യേകിച്ച് കൈക്കാരന്മാരെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും കപ്പ്യാർ ജോസേട്ടനെയും KCYM സംഘടന, ജീസസ് യൂത്ത്, കുടുംബസമ്മേളന ഭാരവാഹികൾ, സൗണ്ട് സിസ്റ്റർ നിജോ, ഗായക സംഘം, ഡാൻസ് അവതരിപ്പിച്ച കുട്ടികൾ, എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഇന്ന് വേദപാഠം ഉണ്ടായിരിക്കുന്നതല്ല. അടുത്ത ഞായറാഴ്ച പതിവ് പോലെ വേദപാഠം ഉണ്ടായിരിക്കുന്നതാണ്. ഇന്ന് 9:30 കുർബാനയ്ക്ക് മുടങ്ങാതെ വന്ന കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്നതാണ്. ജീസസ് യൂത്ത് നടത്തിയ മത്സരങ്ങളുടെ സമ്മാനങ്ങൾ അടുത്ത ഞായറാഴ്ച രാവിലെ 6:30 കുർബാനയ്ക്ക് ശേഷമാണ് നൽകുക. പ്രിയമുള്ളവരെ, നമ്മളിനി നമ്മുടെ പള്ളിയിലെ ബെഞ്ച് അറേഞ്ച്മെൻറ്റ്സ് ഇങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ പ്രായമായവർ മാത്രം ബെഞ്ചിലിരിക്കുക. നമുക്കൊരു പതിവിലേക്ക് വന്നാൽ പിന്നെ അതിനെ വിടാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നാളെ മുതൽ എല്ലാവരും മുന്നോട്ട് കയറിയിരിക്കുക. വളരെ പ്രായമായവരെ അല്ലെങ്കിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രം ബെഞ്ചിലിരിക്കുക. കാരണം നമ്മളിനി ബെഞ്ചിൽ മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇരിക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ, ബെഞ്ചില്ലെങ്കിൽ കുർബാനയ്ക്ക് വരാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയൊക്കെ വരും. നമ്മളൊരു 1.5 വർഷം മുമ്പ് വരെ വളരെ മനോഹരമായി പള്ളി നിറഞ്ഞു നിന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ക്രിസ്മസ് വലിയ മനോഹരമായിരുന്നു. നമ്മുടെ തിരുനാളും ഇനി അതുപോലെ ആഘോഷമാകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പക്ഷേ തിരുനാളിനെ കുറച്ചും കൂടി നിയന്ത്രണങ്ങൾ നമുക്ക് വേണം. അത് മാനസികമായിട്ട് നമ്മളെല്ലാവരും ഒരുങ്ങേണ്ടതാണ്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഒതുക്കത്തിൽ നിന്നുകൊണ്ടുള്ള ആഘോഷമാണ്. പക്ഷേ പെരുന്നാൾ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അത് വിശാലമായ രീതിയിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് ആഘോഷ കമ്മിറ്റിക്കാരും ഇടവകക്കാരും എല്ലാവരും ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് തിരുനാളും ജനപങ്കാളിത്തത്തോടുകൂടി ആഘോഷിക്കുമ്പോഴാണ് അത് തിരുനാളാവുക എന്നുള്ള വലിയ ഒരു സന്ദേശം നമ്മൾ കൈമാറണം. ഞാൻ വീണ്ടും പറയുന്നു, എന്നോട് ഈ ദിവസങ്ങളിലൊക്കെ പലരും ചോദിച്ചു, ഈ വർഷം തിരുനാളുണ്ടാവൂലേ? അപ്പോൾ ഞാൻ മറുചോദ്യമാണ് ചോദിച്ചിരുന്നത്, കഴിഞ്ഞ വർഷം തിരുനാളുണ്ടായിരുന്നില്ലേ? കഴിഞ്ഞ വർഷം തിരുനാളിൽ ഇല്ലാതെ പോയത് എന്താണ്? 3 കാര്യമാണ് പറഞ്ഞത്. ബാൻഡ് സെറ്റ് ഉണ്ടായിരുന്നില്ല, ഗാനമേള ഉണ്ടായിരുന്നില്ല, വെടിക്കെട്ടുണ്ടായിരുന്നില്ല.
ഇത്തവണ നമ്മൾ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം ഇടവക വികാരി എന്ന നിലയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ബാൻഡ് സെറ്റും വെടിക്കെട്ടും ഗാനമേളയും അല്ല തിരുനാൾ. കഴിഞ്ഞ വർഷം നമ്മുടെ ഇടവകയിലെ ചരിത്രത്തിലെ ആദ്യമായിട്ട് 7 കുർബാന അർപ്പിച്ചു തിരുനാളിൻ്റെ അന്ന്. മനോഹരമായ പ്രദക്ഷിണം ഉണ്ടായിരുന്നു, പള്ളിമുറ്റം നിറയെ ദീപാലങ്കാരം ഉണ്ടായിരുന്നു, മനോഹരമായ രൂപക്കൂട് എഴുന്നള്ളിച്ചു വെച്ചു. നമ്മളെല്ലാവരും വന്ന് സ്വസ്ഥമായി വണങ്ങി. സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും സ്വസ്ഥമായി പള്ളിയിൽ വന്നു പോകാൻ സാധിച്ചു. ഇതൊക്കെയാണ് പെരുന്നാൾ. പക്ഷേ ബാൻഡ് സെറ്റ് ആവാം, ഗാനമേളയാവാം, വെടിക്കെട്ടാവാം, അത് തിരുനാളിൻ്റെ ചൈതന്യം നഷ്ടപ്പെടുത്താത്ത രീതിയിലായിരിക്കണം. അതുകൊണ്ട് കൊറോണ നൽകിയ ഒരു നല്ല ചിന്ത, ആഘോഷങ്ങൾ ആർഭാടങ്ങളില്ലാതെ നടത്താനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. നമ്മുടെ തിരുനാളും അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമുക്ക് ഈ ആഘോഷ കമ്മിറ്റി ഗാനമേള ബുക്ക് ചെയ്ത് പോകുന്നുണ്ട്, തിരുമുറ്റ മേളം അറേഞ്ച് ചെയ്യുന്നുണ്ട്, അല്പസ്വല്പമൊക്കെ വെടിക്കെട്ടുണ്ട്, ബാൻഡ് സെറ്റുകൾ പല യൂണിറ്റുകാരെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. പക്ഷെ എല്ലാത്തിനും ആരോഗ്യവകുപ്പിൻ്റെയും പോലീസിൻ്റെയും നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കണമെന്ന് വളരെ നേരത്തെ തന്നെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതെല്ലാവരും ശ്രദ്ധിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.